ദുരന്തം കഴിഞ്ഞ് ദുരന്തത്തിന് സമയത്ത് അവിടെ പോയി ഒരാഴ്ച റിപ്പോർട്ട് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ് 100 ദിവസം കഴിയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ ചൂരൽ മലയിൽ പോയ സമയത്ത് അവിടെ ആദ്യം പോയ ഘട്ടത്തിൽ അവിടെ നിറകണ്ണുകളോടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ രണ്ടാം തവണ 100 ദിവസം കഴിഞ്ഞപ്പോൾ പോയപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് സാറേ, അന്ന് അങ്ങ് പോകുന്നതായിരുന്നു നല്ലത് എന്നാണ്. അന്ന് മരിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന, വിഷമം പറയുന്ന ആളുകളെ ഇപ്പോൾ ചൂരൽ മലയിൽ പോയാൽ കാണാം. ആ മനുഷ്യർ എന്ത് തെറ്റ് ചെയ്തു എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ CMDRFന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന് പുറത്തുള്ളവരും വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. CMDRFിൽ നിന്ന് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാം. ഒപ്പം ഈ പുനരധിവാസം സംബന്ധിച്ച് ഒരുപാട് ആളുകൾ, സുമനസ്സുകളായ ആളുകൾ, സംഘടനകൾ, നിങ്ങളുടെ DYFI അടക്കം, DYFI 25 വീട് പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രോമിസ് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, വിവിധ സന്നദ്ധ സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, CMDRF ഉപയോഗിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യാനുണ്ട്. കേന്ദ്രം തരുന്നത് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം, തരുമ്പോൾ തരട്ടെ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടാം. അതൊരു വശം. രണ്ടാമത്തെ വശം ഇങ്ങനെ കൂടിയുണ്ട്. അഭിലാഷ്, ഞാനും ഈ ദുരന്തം നടന്ന് ഒരു കുറച്ച് കാലം കഴിഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലൊന്നിലും അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്ന DYFIയുടെ നേതാവ് സൗ ഫ്രാൻസിസുമായിട്ട് അവിടെ സന്ദർശിച്ചിരുന്നു. വലിയ നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അവിടെ നിന്ന് കാണുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പലപ്പോഴും അഭിലാഷിനും അറിയാം, ചില ചർച്ചകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കേണ്ട വിഷയങ്ങളിലേ അങ്ങനെ പങ്കുവയ്ക്കേണ്ടതുള്ളൂ. ഇവിടെ നമുക്ക് രാഷ്ട്രീയമായ ഒരു അഭിപ്രായ വ്യത്യാസം പങ്കുവയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ദുരന്തങ്ങളും അതിൻ്റെ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്തുകൊണ്ട് കേന്ദ്രം BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല വിമർശനം, എൻ്റെയും ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെയും ഗവൺമെൻറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പഴയ കണക്കുകളും എടുത്തുകൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റിനെ വീണ്ടും പീഡിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ചോദ്യം. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇതൊക്കെ സാമാന്യമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഈ സാമാന്യ ധാരണയും കൊണ്ട് നിങ്ങൾ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്ക്, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്ക്. പഴയ കുറേ കണക്ക് എഴുതി കൊണ്ടുപോയാൽ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് മറുപടി വരുന്നതെന്നും എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും, ഫെഡറലിസത്തോടൊക്കെയുള്ള അവരുടെ നിലപാടും സമീപനവും എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. കേരളം എപ്പോഴും ആ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല. നമ്മളൊരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മളെ സഹായിക്കേണ്ട ഘട്ടത്തിൽ മാറി നിന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുകയും നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്താൽ ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഈ സംഭവം ഉണ്ടായിട്ട് 4 മാസം കഴിഞ്ഞിട്ടും ഈ 153 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേത് പേപ്പറിലാണ് അഭിലാഷേ, അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടാത്ത പണമാണ്, പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 153 കോടി രൂപ എന്നുള്ളത് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന തുകയാണ്. ഒരു നയ പൈസ നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഇപ്പോൾ ആ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ SDRFിൽ നിന്ന് 21 കോടി രൂപ അനുവദിച്ചു. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ്, കൃത്യമായി പറയുന്നുണ്ട്. പുനരധിവാസ പാക്കേജിനു വേണ്ടി അതോടൊപ്പം SDRFിൽ നിന്ന് 228.95 കോടി രൂപയാണ് അവിടെ നമ്മൾ മാറ്റി ചെലവഴിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഡിസംബർ 10 വരെയുള്ള കണക്ക് ഞാൻ പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം അതിൽ ബാക്കി ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ 700 കോടി രൂപയാണ്. ഈ 700 കോടിയിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ ഉത്തരവുകൾ പ്രകാരം ഈ വിവിധങ്ങളായ ദുരന്തങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര? 63.53 കോടി രൂപയാണ് അവശേഷിക്കുന്നത്. ഈ പണവും ഏതെങ്കിലും വഴിയിലൂടെ അപഹരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പിന്നെ കണക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ അഭിലാഷേ, ഈ സാങ്കേതികമായിട്ട് കോടതി പറഞ്ഞല്ലോ, സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിക്കരുത്, ശരിയല്ല. കാരണം സാങ്കേതിക നൂലാമാലകൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഫണ്ട് തരാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. ഈ സ്റ്റേറ്റിന് ഫണ്ട് തരാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഈ നൂലാമാലകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ സാങ്കേതികത്വം അവിടെ അവർ വിട്ടല്ലോ. ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സാങ്കേതികത്വം അവർ വിട്ടല്ലോ. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ച് അഭിലാഷ് എണ്ണി പറഞ്ഞാൽ ആ സാങ്കേതികത്വം ഒന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല.
സാങ്കേതികത്വം ആപ്ലിക്കബിൾ ആകുന്നത് കേരളത്തിൽ മാത്രമാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അഭിലാഷേ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട്. രണ്ട് ജില്ലയിൽ ഈ ദുരന്തം ഉണ്ടാകാത്തത് കൊണ്ടാണോ ഞങ്ങൾ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നതെന്ന ചോദ്യം ഒരു ഗവൺമെന്റിനോട് ചോദിക്കേണ്ടി വരുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഗതികേടാണ്. ഇതൊരു ജില്ലയിലെ പ്രശ്നമായിട്ടല്ല അഭിലാഷെ കാണേണ്ടത്, ഇത് ദേശീയ ദുരന്തമാണ്. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത്ര ഗുരുതരമായിട്ടുള്ള വലിയ ദുരന്തം ഒരു നാട്ടിൽ ഉണ്ടായിട്ട് 2 ജില്ലകളിൽ ഇത് ഉണ്ടാകാത്തത് കൊണ്ട് ഞങ്ങൾ തരില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? രണ്ടാമത്തെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ BJP-യുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരടക്കം ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ്, എന്തിനാ പ്രധാനമന്ത്രി വന്നത്? ആ ചെലവ് നമ്മൾ കൊടുക്കണ്ടേ? അവരാരൊക്കെ വന്നോ അതിന്റെ എണ്ണി പൈസ നമ്മൾ കൊടുക്കണം. ഹെലികോപ്റ്റർ വന്നതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. എയർലിഫ്റ്റിംഗിന്റെ പൈസ നമ്മൾ കൊടുക്കണം. നമ്മളെ സഹായിച്ചതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. പ്രളയകാലത്ത് നമുക്ക് തന്ന റേഷന്റെ പൈസ കോടിക്കണക്കിന് രൂപ എണ്ണി മേടിച്ചവരാണ്. എന്തിനാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നമ്മുടെ തലയെണ്ണി നമ്മുടെ പൈസ മേടിക്കാനുള്ള ഏജൻസിയാണോ? ആ ഏജൻസി അല്ല. എന്റെയും നിങ്ങളുടെയും ജീവൻ സംരക്ഷിക്കാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ഉത്തരവാദിത്വം ഉണ്ടോ ആ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ അർപ്പിതമാണ്, സെൻട്രൽ ഗവൺമെന്റിൽ അർപ്പിതമാണ്. വയനാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുടെ തലോടിയത് കൊണ്ടോ ദുരന്ത ബാധിതർക്ക് ആശ്വാസവചനം കൊടുത്തത് കൊണ്ടോ നമ്മുടെ പ്രശ്നം തീരില്ല. പൈസ തരണം, പേപ്പറിലല്ല. നമുക്ക് 153 കോടി രൂപ പേപ്പറിലേ ഉള്ളൂ അഭിലാഷേ. ആ പൈസ നമുക്ക് തരണ്ടേ? സ്റ്റേറ്റിന് 50 കോടി 25 കോടി ഒരു പൈസ തന്നിട്ടില്ല. ഞാൻ BJP-യോട് ഞാൻ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കണം. രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്.